ഹായ്, ഞാൻ രാജേഷ് ഹരിദാസ്. ഓൺ പോയിന്റ് അക്കാദമിയുടെ +1 അക്കൗണ്ടൻസി ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് സെഷന്റെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് നമ്മൾ ബേസിക് തിയറിയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് സം ടേംസ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് റവന്യൂസ്. എന്താണ് റവന്യൂസ് എന്ന് എഴുതിയിരിക്കുന്നത് നോക്കാം. ദീസ് ആർ ദ എമൗണ്ട്സ് ഓഫ് ദ ബിസിനസ് ഏൺഡ് ബൈ selling its products or providing services to customers. ഇതെന്ന് മനസ്സിലാവുന്നത് എന്താ? നമുക്ക് ഇത് സ്ഥാപനത്തിന്റെ ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നേടുന്ന എമൗണ്ട് ആണ്. എമൗണ്ട് നേടുക, ക്യാഷ് നേടുക. എങ്ങനെയാണ് ക്യാഷ് നേടുന്നത്? ബൈ പ്രൊവൈഡിങ് സർവീസസ് ഓർ സെല്ലിങ് പ്രൊഡക്ട്സ്. ഒന്നുകിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും സർവീസസ് കൊടുത്തിട്ട്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും സർവീസ് കൊടുക്കുകയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിൽ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതാവാം. സർവീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡോക്ടർ നൽകുന്നത് ഒരു സർവീസാണ്, ഒരു അഡ്വക്കേറ്റ് നൽകുന്നത് ഒരു സർവീസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? റവന്യൂ എന്ന് വിളിക്കാം. ആ റവന്യൂവിനെ നമ്മൾ വിളിക്കുക സെയിൽസ് റവന്യൂ എന്നാണ്. അതിനെ വിളിക്കുക നമ്മൾ എന്താ? സെയിൽസ് റവന്യൂ എന്നാണ്. അതുപോലെ തന്നെ സ്ഥാപനത്തിലെ അതർ ഇൻകംസ് ഉണ്ടാവാം, അതർ ഐറ്റംസ് ഓഫ് റവന്യൂ ഉണ്ടാവാം. ആ അതർ ഐറ്റംസ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കമ്മീഷൻ, ഇൻട്രസ്റ്റ്. കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസ് ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുള്ള കമ്മീഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ എന്തുണ്ടായിരിക്കാം? ഷെയർ ഉണ്ടായിരിക്കാം. അങ്ങനെ ഷെയർ ഉള്ളതിന്റെ ലാഭവിഹിതം, ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നമുക്ക് വേറൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ റെന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം സ്ഥാപനത്തിന്റെ റവന്യൂ ആണ്. അല്ലെങ്കിൽ റവന്യൂവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായും ഒരു സ്ഥാപനത്തിൽ രണ്ട് തരത്തിലുള്ള ഇൻകം ഉണ്ടാവുക. ഒന്ന് സെയിൽസ് ഇൻകവും മറ്റൊന്ന് അതർ ഇൻകംസും. ഓക്കെ, അപ്പോൾ റവന്യൂ എന്നുള്ള പാർട്ട് അല്ലെങ്കിൽ ഇൻകം എന്നുള്ള പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് റവന്യൂ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമുക്ക് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ശരിക്കും പറഞ്ഞാൽ റവന്യൂ അല്ലെങ്കിൽ ഇൻകത്തിന്റെ ഒരു ഓപ്പോസിറ്റ് പാർട്ടാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്താ അത്? കോസ്റ്റ് ഇൻക്വയർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് റവന്യൂ ഈസ് കോൾഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഏണിംഗ് റവന്യൂ. അതായത് നമുക്ക് ചില കോസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ന് പണം ചെലവാവുക, ബിസിനസ്സിൽ നിന്ന് പണം ചെലവാവുക. എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പണം ചെലവാവണത്? നമുക്കൊരു റവന്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറെ ഫണ്ട് അല്ലെങ്കിൽ കുറെ എമൗണ്ട് ചെലവാക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിന് സാധനങ്ങൾ വിൽക്കാനായിട്ട് അതിന്റെ സെയിൽസിൽ ആളെ വെക്കേണ്ടി വരും. അപ്പൊ സെയിൽസിൽ ആളെ വെക്കുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? സാലറി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ആ ഷോറൂമിന് റെന്റ് കൊടുക്കേണ്ടി വരും, ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് സ്ഥാപനത്തിന്റെ വിൽപ്പന നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ഥാപനത്തിന് ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവുന്നത്, ഈ ചെലവുകളൊക്കെ ഉണ്ടാവുന്നത്, കോസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഇൻകം കിട്ടുന്നതിന് വേണ്ടി സ്ഥാപനത്തിന് കോസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എഴുതിയിട്ടുള്ളത്. റെന്റ്, വാടക കൊടുക്കുന്നു. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസേന കൊടുക്കുന്ന കൂലിയാണ് വേജസ് എന്ന് പറയാ. സാലറി എന്ന് പറഞ്ഞാൽ മന്ത്ലി ഒക്കെ കൊടുക്കുന്ന ആ ഒരു പാക്കേജിനെയാണ് സാലറി എന്ന് പറയാ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഫണ്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പലിശ കൊടുക്കേണ്ടി വരിക. അതുപോലെ മറ്റൊന്നാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അസറ്റിന്റെ വാല്യൂ കുറയുന്നത്, അതിനെയും നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് കഴിഞ്ഞു. ഇനി ഈ റവന്യൂ എക്സ്പെൻസും കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ട് കൂടി പഠിക്കാനുണ്ട്. അതാണ് ഏതെന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ എക്സ്പെൻഡിച്ചർ എന്ന് കേൾക്കുമ്പോഴും എക്സ്പെൻസ് എന്ന് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു സാമ്യത തോന്നില്ലേ? ശരിക്കും ഇത് തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റി അല്ലെങ്കിൽ സാമ്യത ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. സ്പെൻഡിങ് മണി ഓർ ഇൻകോറിംഗ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? സ്പെൻഡിങ് മണി, നമ്മൾ പൈസ ചെലവാക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവുകയാണ്? ഒരു ലയബിലിറ്റി ഉണ്ടാവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്?
അതായത് ആ ലയബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ പണം ചെലവാക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സം ബെനിഫിറ്റ്, ചില ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവഴിക്കുകയോ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഒന്നുകൂടി പറയാണ്, നമ്മൾ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പണം ചിലവാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻസിനും നമ്മൾ എന്തിനാ ചെയ്യണത്? നമ്മൾ ചില ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവാക്കുന്നത് തന്നെയാണ് എക്സ്പെൻസ്. അപ്പോൾ എന്താണ് എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാട്ടാ. അപ്പൊ ഇതിൽ എക്സാമ്പിൾ എഴുതിയിട്ടുള്ള നോക്കട്ടാ. ഈ എക്സ്പെൻഡിച്ചറിന് പർച്ചേസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ഫർണിച്ചർ എറ്റ്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈ എക്സ്പെൻഡിച്ചറിനെ നമുക്കൊന്ന് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എന്താണ് എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സോസ്റ്റഡ് വിതിൻ എ ഇയർ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്, ആൾസോ കോൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, മനസ്സിലാക്കാട്ടോ. അതായത് നമ്മൾ നേരത്തെ പഠിച്ച എക്സ്പെൻസ് ഇല്ലേ, ആ എക്സ്പെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണം ചെലവാക്കുന്നു എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ആ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും? ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ അവസാനിക്കുന്ന ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണം ചെലവാക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ സാലറി കൊടുക്കാൻ വേണ്ടി പണം ചെലവാക്കിയാൽ അത് എക്സ്പെൻസാണ്. കാരണം എന്താ? സാലറി കൊടുക്കുക നമ്മൾ എന്താണ്, ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ മാക്സിമം ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ സാലറി കൊടുക്കാറ്. ഒരു മാസത്തേക്കൊക്കെയാണ്. റെന്റ് പേയ്മെന്റ് നടത്താറുള്ളത് ഒരു മാസത്തേക്കൊക്കെയാണ്. അപ്പോൾ ആ നമ്മൾ പണം ചെലവാക്കുന്നതിന്റെ ബെനിഫിറ്റ് നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ? ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ മാക്സിമം ഒരു കൊല്ലം വരേക്ക് കിട്ടാം. അങ്ങനെ പണം ചെലവാക്കുന്നതിന്റെ ബെനിഫിറ്റ് മാക്സിമം ഒരു കൊല്ലം വരെയൊക്കെ കിട്ടുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ എക്സ്പെൻഡിച്ചറിൽ പെട്ട ഒരാളാണ് ആരെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെൻഡിച്ചറിന്റെ ക്ലാസിഫിക്കേഷനിൽ പെട്ട ഒരാളാണ് എക്സ്പെൻസ്. അപ്പൊ രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ എന്താ? The benefit of an expenditure lasts for more than 1 year. It is treated as an asset or capital expenditure. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണം ചെലവാക്കുന്നതിന്റെ ഗുണം നമുക്ക് ഒരു കൊല്ലത്തിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അസറ്റ് എന്ന് വിളിക്കുക. അതാണ് പണം ചെലവാക്കുന്നതിന്റെ ഗുണം 1 വർഷത്തേക്കാൾ കുറവാണ് നമുക്ക് കിട്ടുന്നുള്ളൂവെങ്കിൽ അതൊരു എക്സ്പെൻസും, പണം ചെലവാക്കുന്നതിന്റെ ഗുണം നമുക്ക് 1 വർഷത്തേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതൊരു അസറ്റുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മെഷീനറി വാങ്ങുന്നു. മെഷീനറി വാങ്ങിയാൽ മെഷീനറി എന്താണ്? നമുക്ക് ഒരു അസറ്റാണ്. അതിനെ നമുക്ക് എന്തും വിളിക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും വിളിക്കാം. ഓക്കെ, ഫർണിച്ചർ വാങ്ങുന്നു, നമുക്ക് ഒരു അസറ്റ് കിട്ടുകയാണ്, അതിന് നമുക്ക് അസറ്റ് എന്നും വിളിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും വിളിക്കാം. ഇത് എക്സാമിന് ചോദിക്കാറുള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാരണം. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും മറ്റൊന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പെൻസ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അസറ്റ് ആണ്. വളരെ ഈസിയാണ്. അപ്പൊ എക്സ്പെൻസിന്റെ പ്രത്യേകത 1 വർഷത്തിനുള്ളിൽ അതിന്റെ ബെനിഫിറ്റ് അവസാനിക്കും. അസറ്റിന്റെ പ്രത്യേകത എന്താണ്? 1 വർഷത്തേക്കാൾ കൂടുതൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എക്സ്പെൻസ്, റവന്യൂ, എക്സ്പെൻഡിച്ചർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ, കംപ്ലീറ്റ് ദ സീരീസ് ഫ്രം ദ ടേംസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ഈ താഴെ തന്നിരിക്കുന്ന ബ്രാക്കറ്റിലുള്ള ടേംസ് വെച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയണത്. അപ്പൊ ഒന്നാമത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താന്ന് പഠിച്ചു. എന്താ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ പഠിച്ച? എക്സ്പെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ താഴെ തന്നിട്ടുള്ള എക്സ്പെൻസ് ഏതാ? ബാങ്ക് ലോൺ ആണോ? അല്ല. മെഷീനറി ആണോ? അല്ല. സാലറി ആണോ? അല്ല. റെന്റ് റിസീവ്ഡ് ആണോ? അല്ല.
എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതാ? സാലറി ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 1-2 മാസത്തേക്കൊക്കെ വേണ്ടിയിട്ട് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവാക്കുന്നു. അത് ഇതിലെ സാലറി ആണ്. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇതിലെ സാലറി ആണ്. രണ്ടാമത് എന്നുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, അസറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താന്നുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ചെലവ്. അപ്പൊ അതിൽ ഏതാണ് അസറ്റ്? ഏതാ? മെഷീനറി ആണ്. അപ്പൊ അതിന്റെ ആൻസറും നമുക്കായി മെഷീനറി. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ, റവന്യൂ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റവന്യൂ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇൻകം, 2 തരത്തിലുള്ള ഇൻകം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സെയിൽസ് റവന്യൂ, മറ്റൊന്ന് അതർ റവന്യൂ. അതായത് റവന്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻകം ആണ്. അപ്പൊ ഈ തന്നിട്ടുള്ള ഏതാ ഇൻകം എന്ന് പറയുന്നത്? റെന്റ് റിസീവ്ഡ് ആണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഉത്തരം എന്താണ്? റെന്റ് റിസീവ്ഡ്. നാലാമത്തെ ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഒന്നേ ഉള്ളൂ, ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാധാരണ റെസിപ്റ്റ് തന്നെയാണ്, നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. ആ കിട്ടുന്നത് ഒരിക്കലും നമുക്ക് എന്തായിരിക്കില്ല, നമുക്ക് റവന്യൂ ആയിട്ടായിരിക്കില്ല. അതായത് നമ്മൾ സെയിൽ വഴിയോ അല്ലെങ്കിൽ റെന്റ് റിസീവ്ഡ് വഴിയോ കമ്മീഷൻ റിസീവ്ഡ് വഴിയോ ഒന്നും കിട്ടുന്ന ഇൻകം അല്ല. വല്ലപ്പോഴും നമുക്ക് എന്താണ് ക്യാപിറ്റലിന് ഇൻക്രീസ് ചെയ്യുന്ന വല്ല മറ്റ് റെസിപ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ക്യാപിറ്റലിന് ഇൻക്രീസ് ചെയ്യുന്ന റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലാണ് ഉണ്ടാവുക. ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാവുക? ഒന്ന് ക്യാപിറ്റൽ തന്നെ, സ്ഥാപനത്തിലേക്ക് വരുന്ന ക്യാപിറ്റൽ. 2 നമ്മൾ ബാങ്ക് ലോൺ എടുക്കുക. 3 നമ്മൾ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വിളിക്കുക. അതായത് ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് കിട്ടുക? നമുക്ക് ഇങ്ങോട്ട് എമൗണ്ട് ആയിട്ട് ക്യാഷ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യുക. അപ്പൊ ബാങ്ക് ലോൺ, ക്യാപിറ്റല്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇങ്ങനെയൊക്കെ കിട്ടുന്ന റെസിപ്റ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വിളിക്കുക. ഈ തന്നിട്ടുള്ള ഏതാണത്? ബാങ്ക് ലോൺ ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ബാങ്ക് ലോൺ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന്. സുരേഷ് അഡ്വാൻസ്ഡ് 3 months salary to an employee of his firm. This advance salary is. സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ഥാപകൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഉടമ എന്ത് ചെയ്തു? അയാളുടെ എംപ്ലോയിക്ക് 3 മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, മുൻകൂട്ടി കൊടുത്തു. അങ്ങനെ മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മുൻകൂട്ടി കൊടുത്തുട്ടാ, ശ്രദ്ധിക്കണം, മുൻകൂട്ടി കൊടുക്കുന്നതിനെ മുഴുവൻ നമ്മൾ വിളിക്കുക അസറ്റ് എന്നാണ്. അതായത് നമ്മൾ ഒരാൾക്ക് കൊടുക്കേണ്ട ഡേറ്റ് ആവുന്നതിനേക്കാൾ മുൻപ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒക്കെ എന്താണ്? അസറ്റാണ്. അത് 3 മാസത്തെ സാലറിയെ കൊടുത്തിട്ടുള്ളൂ. 3 മാസത്തെ സാലറി ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? കറന്റ് അസറ്റ് എന്ന് വിളിക്കാം. 3 മാസത്തെ സാലറി ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? കറന്റ് അസറ്റ് ആണ് എന്ന് പറയാം. എന്താണ്? കറന്റ് അസറ്റ് ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പോ മനസ്സിലാക്കുക, അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്നത് കൂടി ഉൾപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ആസ് റവന്യൂ, എക്സ്പെൻസ്, ഗെയിൻ ആൻഡ് പ്രോഫിറ്റ്. അങ്ങനെ തരംതിരിക്കാനാണ് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 1, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ട് കിട്ടി. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി ഒരു ഫിക്സഡ് അസറ്റ് ഒക്കെ ആവാൻ ചിലപ്പോ. അപ്പൊ നമുക്ക് എന്താണ്? ഒരു അസറ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ, അതൊരിക്കലും സ്ഥാപനത്തിൽ സ്ഥിരമായി കിട്ടുന്ന ഒരു ഇൻകം അല്ല. അത് മാത്രമല്ല, അസറ്റ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് പറയുന്നത് കേട്ടോ. അസറ്റ് വിറ്റ് കിട്ടുന്ന ഇൻകം അല്ല, അസറ്റ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ്. അതായത് 50,000 രൂപയുടെ ഒരു സാധനം 55,000 രൂപയ്ക്ക് വിറ്റുണ്ടെങ്കിൽ അതിൽ കിട്ടിയിട്ടുള്ള 5,000 രൂപ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ 55,000 രൂപേനെ നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയാം. ആ 5,000 രൂപ പ്രോഫിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗെയിൻ എന്നാണ് വിളിക്കുക. ഇങ്ങനെ അസറ്റ്, ഫിക്സഡ് അസറ്റോ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വിറ്റ് കിട്ടുന്ന ആ പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കാറുള്ളത് ഗെയിൻ എന്നാണ്. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ്? നമുക്കൊരു റവന്യൂ ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിനെ റവന്യൂ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. പിന്നെ ഗുഡ്സ് സോൾഡ് അറ്റ് എബവ് കോസ്റ്റ്. അതായത് നമ്മള് ഗുഡ്സ് സോൾഡ് അറ്റ് എബവ് കോസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. എബവ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ശരിക്കും നമ്മൾ വാങ്ങിയ വിലയെയാണ് കോസ്റ്റ് എന്ന് പറയുക. എബവ് കോസ്റ്റ് എന്ന് പറഞ്ഞാലോ വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലയ്ക്ക്. വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നുള്ളത്? പ്രോഫിറ്റ് അല്ലേ? നമ്മൾ വാങ്ങിയ വിലയേക്കാൾ അല്ലെങ്കിൽ നമുക്ക് വന്ന ചിലവിനേക്കാൾ, വാങ്ങിയ വില എന്നുള്ളതിനേക്കാൾ വന്ന ചിലവ് എന്ന് പറയാം.
വന്ന ചിലവിനേക്കാൾ കൂട്ടി വിൽക്കണേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നുള്ളത് പ്രോഫിറ്റ്. അപ്പോ ഇതിന്റെ ഉത്തരം എന്താണ്? പ്രോഫിറ്റ്. അടുത്ത ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരുന്നത് ഏതിലാണ്? നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഡിപ്രീസിയേഷൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ സ്റ്റുഡന്റ് ഓഫ് +1 കോമേഴ്സ് ആഫ്റ്റർ ഗോയിങ് ത്രൂ ദ ടോപ്പിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഹാസ് ക്ലാസിഫൈഡ് സർട്ടൈൻ എക്സ്പെൻഡിച്ചേഴ്സ് ഗിവൺ ബിലോ. ഒരു +1 സ്റ്റുഡന്റ്, നിങ്ങളുടെയൊക്കെ ക്ലാസ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്തു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും റവന്യൂ എക്സ്പെൻഡിച്ചറിനെയും എന്ത് ചെയ്യൂ? ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തത് ഇങ്ങനെയാണ്. ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദിക്കണേ. അപ്പൊ നമുക്ക് നോക്കാം, ഇത് ശരിയാണോ നോക്കാം. ഒന്നാമത്തെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കാം. മെഷീനറി പർച്ചേസർ. എന്താ? മെഷീനറി പർച്ചേസർ. മെഷീനറി പർച്ചേസർ എന്തെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അത് ശരിയാണ്. അടുത്തത് രണ്ടാമത്തെ ഇതിൽ തന്നെ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. ഡിപ്രീസിയേഷൻ ഒരിക്കലും എന്തല്ല? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. എന്ത് എക്സ്പെൻഡിച്ചറിലാണ് അതിനെ പെടുത്താറുള്ളത്? റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് അതിനെ പെടുത്താറുള്ളത്. എന്താ വരിക? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ്. ഗുഡ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാലും ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിന് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളാണ്. അതിനൊരിക്കലും അസറ്റായിട്ട് കണക്കാക്കാറില്ല. അതിനൊരിക്കലും എന്തായിട്ട് കണക്കാക്കാറില്ല? പിന്നീട് പറഞ്ഞുതരാം. അസറ്റായിട്ട് കണക്കാക്കാറില്ല. അതിനെന്തായിട്ട് തന്നെ കണക്കാക്കാറുള്ളൂ? എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും വരിക ഏതിൽ തന്നെയാണ്? ഇതും തെറ്റാണ്. ഇതും വരിക റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരിക. ഓക്കെ. അപ്പോ ഈ തന്നിട്ടുള്ളതില് ആദ്യത്തെ കറക്റ്റും അടുത്ത രണ്ടെണ്ണം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ തന്നിട്ടുള്ളത്. അടുത്ത റവന്യൂ എക്സ്പെൻഡിച്ചർ സെയിൽ ഓഫ് ലാൻഡ് എന്നുള്ളതാണ്. സെയിൽ ഓഫ് ലാൻഡ് ഇതിലൊന്നും പെടില്ല. സെയിൽ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും പെടില്ല. അതിൽ പെടുക അത് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് പെടുക. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലോ റവന്യൂ എക്സ്പെൻഡിച്ചറിലോ ഒന്നും പെടുന്നതല്ല, ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടിലും ഉൾപ്പെടുത്തേണ്ട ഒന്നല്ല അത്. അടുത്തത് ഇൻസ്റ്റാളേഷൻ ചാർജ് ഓൺ മെഷീനറി. മെഷീനറി വാങ്ങുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ചാർജ്, മെഷീനറി വാങ്ങുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ചാർജ് മെഷീനറിയുടെ വിലയായിട്ടാണ് കണക്കാക്കുക. മെഷീനറിയുടെ വിലയാണെങ്കിൽ മെഷീനറി എന്താ? അസറ്റ് ആണ്. അസറ്റ് എന്തിനാ വരിക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരിക. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇത് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാർജ് വരുന്നത് ഏതിൽ തന്നെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ തന്നെയാണ് കണക്കാക്കുക. കാരണം അത് അസറ്റിന്റെ വിലയായിട്ടാണ് കണക്കാക്കുക. അടുത്തത് റെന്റ് പെയ്ഡ്. റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി പേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് എന്ത് തന്നെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, സാധാരണ വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. റാം ലിമിറ്റഡ് ഗിവ്സ് ദ ഫോളോയിങ് ഐറ്റംസ് ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ്, ക്ലാസിഫൈ ദം ഇൻടു റവന്യൂ എക്സ്പെൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് തരംതിരിക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ കമ്പ്യൂട്ടർ പർച്ചേസർ എന്ന് പറഞ്ഞാൽ അസറ്റ് വാങ്ങുകയാണ്. അസറ്റ് വാങ്ങുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നുള്ളത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ അതിന് സംശയമൊന്നുമില്ല. രണ്ടാമത്തെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? സാലറി പെയ്ഡ്. സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എല്ലാ മാസവും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അത് നമുക്കറിയാം എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് അത് പറഞ്ഞത്. മൂന്നാമത്തെ ഹ്യൂജ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്. ഈ ഹ്യൂജ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ പറ്റില്ല. കാരണം അസറ്റിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. പക്ഷേ ഈ ഹ്യൂജ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു വർഷത്തേക്കുള്ള അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിരിക്കില്ല. അതിലെ ഒരു 4-5 വർഷത്തേക്കുള്ള അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഉണ്ടായിരിക്കും. അതിലെ കറന്റ് ഇയറിലെ ഈ വർഷത്തെ എക്സ്പെൻസിനെ മാത്രം നമുക്ക് വേണമെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ബാക്കി നെക്സ്റ്റ് ഇയേഴ്സിലേക്ക് വരുന്ന, അതായത് ഈ അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞാൽ വരുന്ന 2-3 വർഷത്തേക്കുള്ള എക്സ്പെൻസിനെ നമ്മൾ എന്തായിട്ടാണ്? അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആ അസറ്റിനെ വിളിക്കുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ആ അസറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ. ഇതാണ് ഇതിന്റെ ഉത്തരം. അടുത്തത് ഗുഡ്സ് പർച്ചേസർ. ഗുഡ്സ് പർച്ചേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എപ്പോഴും എന്തായിട്ടാണ് കണക്കാക്കുക? റവന്യൂ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക. അതിന് നമുക്ക് കയ്യിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക, റവന്യൂ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്.
ഇനി നെക്സ്റ്റ് പാർട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.